നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് സാമ്പിൾ ഡിസൈൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് സാമ്പിളിങ്. നമ്മൾ സാമ്പിൾ ഡിസൈന് രണ്ട് ടൈപ്പാണ് ഉള്ളത്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. പ്രോബബിലിറ്റി സാമ്പിളിങ് എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ആൻഡ് അൺറെസ്ട്രിക്റ്റഡും റെസ്ട്രിക്റ്റഡും. അതേപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ് ആറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ആക്സിഡന്റൽ സാമ്പിളിങ്, ക്വാട്ട സാമ്പിളിങ്, പർപ്പോസീവ് ഓർ ജഡ്ജ്മെന്റ് സാമ്പിളിങ്, കൺവീനിയൻസ് സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, സെൽഫ് സെലക്ഷൻ. ഇനി ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് സാമ്പിൾ ഡിസൈൻ ആണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ റാൻഡം സാമ്പിളിങ്. റാൻഡം സാമ്പിളിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു പേരുണ്ട് ചാൻസ് സാമ്പിളിങ് എന്ന്. അപ്പോൾ ഇവിടെ പോപ്പുലേഷനിലുള്ള എല്ലാ ആൾക്കാർക്കും ഈക്വൽ ചാൻസ് ഉണ്ട് സെലക്ട് ആവാനുള്ളത്. അതായത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവില്ല ഇന്ന ആൾക്കാരനെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റാൻഡം ആയിട്ടാണ് ആൾക്കാരനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പോപ്പുലേഷനിലുള്ള എല്ലാ ആൾക്കാർക്കും സെലക്ട് ആവാനുള്ള ഈക്വൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പോപ്പുലേഷനിലുള്ള എല്ലാ ആൾക്കാർക്കും സെലക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തേത് പറയുന്നത് ഈ ചാൻസിനെ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി എന്ന്. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ റാൻഡം സാമ്പിളിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിള് ആ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത്. നാലാമത്തെ പറയുന്നത് സാമ്പിളിംഗ് ബയാസ് ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ ഒരാളുടെ അടുത്തുള്ള പ്രത്യേക ഇഷ്ടപ്രകാരം ആവില്ല നമ്മൾ സെലക്ട് ചെയ്യുക, നമ്മൾ റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സാമ്പിളിംഗ് ബയാസ് ഉണ്ടാവില്ല. ലാസ്റ്റ് പറയുന്നത് കൂടുതൽ ഡിഗ്രി ഓഫ് ആക്യുറസി വേണമെങ്കിലാണ് നമ്മൾ സാധാരണ റാൻഡം സാമ്പിളിംഗ് ചൂസ് ചെയ്യാറ്. നമ്മുടെ സ്റ്റഡിക്ക് ഡിഗ്രി ഓഫ് ആക്യുറസി കൂടുതൽ വേണമെങ്കിലാണ് നമ്മൾ സാധാരണ റാൻഡം സാമ്പിളിംഗ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് റാൻഡം സാമ്പിളിങ്ങിന്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അൺറെസ്ട്രിക്റ്റഡും റെസ്ട്രിക്റ്റഡും. അൺറെസ്ട്രിക്റ്റഡിന് എഗെയിൻ രണ്ടെണ്ണം വരുന്നുണ്ട്, അതിൽ ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ മെത്തേഡും. റെസ്ട്രിക്റ്റഡിൽ അതേപോലെ 5 വരുന്നുണ്ട്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, റാൻഡം റൂട്ട് സാമ്പിളിംഗ്. അപ്പോൾ ആദ്യം പറയുന്നത് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിള്. അപ്പോൾ സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിള് ആദ്യത്തെ ടൈപ്പ് ഓഫ് റാൻഡം സാമ്പിളിംഗ് ആണ്. സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല സാമ്പിൾ സെലക്ട് ചെയ്യാൻ. നമ്മൾ റാൻഡം ആയിട്ട് പോപ്പുലേഷനിൽ നിന്ന് ആൾക്കാരനെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷനും നമുക്ക് ഇല്ലെങ്കിൽ അതിനെയാണ് അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മുൻകൂട്ടി ഇത്ര ആൾക്കാരനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാർക്കും എന്താണ് ഈക്വൽ ചാൻസ് ഉണ്ട് സെലക്ട് ആവാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ പോപ്പുലേഷൻ സ്മാൾ ആണെങ്കിലാണ് നമ്മൾ സാധാരണ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ ചൂസ് ചെയ്യാറ്. അപ്പോൾ അതാണ് അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ എന്താണെന്നുള്ളത്. ഇനി നമ്മൾ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു, ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ മെത്തേഡും. അപ്പോൾ അതിൽ ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ലോട്ടുകൾ ഉണ്ടാക്കുക, പോപ്പുലേഷനിലുള്ള എല്ലാ ആൾക്കാരുടെയും പേരുകൾ എഴുതിയിട്ട് ചെറിയ ചെറിയ ലോട്ട് ഉണ്ടാക്കുക. ലോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ബാസ്ക്കറ്റിൽ ഇടുക, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോന്ന് ലോട്ട് എടുക്കുക. അങ്ങനെ ലോട്ട് എടുത്തിട്ട് ആൾക്കാരനെ തീരുമാനിക്കുന്ന മെത്തേഡാണ് ലോട്ടറി മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് റാൻഡം നമ്പർ മെത്തേഡ്. റാൻഡം നമ്പർ മെത്തേഡിൽ നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ നമ്പറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് നമ്മൾ ഓരോരോ നമ്പറുകൾ റാൻഡം ആയിട്ട് വിളിക്കുക, അങ്ങനെ ആൾക്കാരനെ സെലക്ട് ചെയ്യുക. അതാണ് റാൻഡം നമ്പർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡിൽ വരുന്ന രണ്ട് ടൈപ്പ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റാൻഡം സാമ്പിളിംഗ് ആണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾസ്. റെസ്ട്രിക്റ്റഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ റാൻഡം ആയിട്ടാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ കൂടി ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അൺറെസ്ട്രിക്റ്റഡിൽ നമുക്ക് കുറച്ച് കൂടുതൽ ടൈമും മണിയും വേണമെങ്കിൽ ഇവിടെ റെസ്ട്രിക്റ്റഡിന് ടൈമും മണിയും കുറച്ച് മതി. കാരണം റെസ്ട്രിക്റ്റഡിൽ നമുക്കൊരു സൈസിന്റെ ലിമിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ക്രൈറ്റീരിയന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ നമുക്ക് ടൈം ചെലവഴിക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട്. പിന്നെ റെസ്ട്രിക്റ്റഡ് നമ്മൾ 5 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു.
അതിൽ ആദ്യത്തേതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമ്മൾ മൊത്തം പോപ്പുലേഷനെ ഓരോ സ്ട്രാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ഓരോരോ ഗ്രൂപ്പുകൾ, അങ്ങനെ ഓരോ സ്ട്രാറ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പുകൾ ഹോമോജിനിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതായത് ഒരേപോലുള്ളതിനെ ഒരേ ഗ്രൂപ്പുകളായിട്ട്, അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ടാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമ്മൾ മൊത്തം പോപ്പുലേഷന് ഓരോ സ്ട്രാറ്റാസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. സ്ട്രാറ്റാസ് എന്ന് പറഞ്ഞാൽ ഹോമോജിനിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുക. അപ്പൊ ഇനി ആ ഓരോരോ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ സാമ്പിളുകൾ സെലക്ട് ചെയ്യാണ് ചെയ്യുക. ഇനി രണ്ടാമത്തെ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിൽ വരുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്ററിലും പറയുന്നത് തന്നെയാണ്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ലാർജ് ഗ്രൂപ്പ്, മൊത്തം പോപ്പുലേഷനെ ലാർജ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വലിയ വലിയ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഓരോരോ ക്ലസ്റ്ററുകളായിട്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തം വില്ലേജിലത്തെ നമ്മൾ ഓരോരോ വാർഡുകളായിട്ട് തരംതിരിച്ചിട്ടില്ലേ, അപ്പൊ അതിൽ നിന്ന് ഓരോരോ വാർഡുകൾ എന്താണ്, ഓരോരോ ക്ലസ്റ്ററുകളാണ്. അപ്പൊ ഇനി ആ ക്ലസ്റ്ററിൽ നിന്ന് നമ്മൾ എന്താണ് സാമ്പിൾ സെലക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ മൊത്തം പോപ്പുലേഷനെ നമ്മൾ ഓരോരോ വലിയ വലിയ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. അത് ഹോമോജിനിറ്റിന്റെ അടിസ്ഥാനത്തിലൊന്നും ആയിരിക്കില്ല. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ എന്താണ്, ഹോമോജിനിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുന്നത്. ക്ലസ്റ്റർ സാമ്പിളിംഗിൽ ഹോമോജിനിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, വേറെ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ, അതായത് ഇപ്പോൾ വില്ലേജിലെ വാർഡുകളിനെ തരംതിരിക്കുക, അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ആയിട്ട് അങ്ങനെ തരംതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കും ക്ലസ്റ്റർ സാമ്പിളിംഗിൽ തരംതിരിച്ചിട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് പറയുന്നത്, മൂന്നാമത്തെ പറയുന്നത് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇനി വീണ്ടും ക്ലസ്റ്റർ ആക്കി തരംതിരിച്ചതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ പോപ്പുലേഷനെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വില്ലേജിലെ വാർഡുകളാക്കി തരംതിരിച്ചു. ഇനി ആ വാർഡിൽ നിന്ന് വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിൾ ഓർ ക്വാസി റാൻഡം സാമ്പിളിംഗ്. ഇവിടെ നമ്മൾ സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ, അല്ലെങ്കിൽ വല്ല ന്യൂമറിക്കൽ ഓർഡറിൽ, അല്ലെങ്കിൽ വല്ല ജിയോഗ്രഫിക്കൽ ഏരിയന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക രീതിയിൽ, ഇപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഓർഡർ നമ്പേഴ്സ് കൊടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആയി വരുന്നതാണ് റാൻഡം റൂട്ട് സാമ്പിളിംഗ്. റാൻഡം റൂട്ട് സാമ്പിളിംഗിൽ നമ്മൾ ഷോപ്പുകൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡുകളായിട്ട് സെലക്ട് ചെയ്യുക, ഒരു വീടിന് മൊത്തം ഒരു സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോകുന്ന ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരനെ ഒരു സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സാമ്പിളുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെയാണ് റാൻഡം റൂട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ വീടുകൾ കുറെ അഡ്രസ്സുകൾ എഴുതിയെടുത്തിട്ട് ആ അഡ്രസ്സുകൾ നോക്കിയിട്ട് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുക. കുറെ ഹൗസ് ഹോൾഡ്സിനെ മാത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിന് സെലക്ട് ചെയ്തു, ഇനി ആ ഷോപ്പിൽ വരുന്ന ആൾക്കാരനെ നമ്മളൊരു സാമ്പിൾ ആയിട്ട് എടുക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെയാണ് റാൻഡം റൂട്ട് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് റെസ്ട്രിക്റ്റഡിൽ വരുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതായത് ഓരോ ക്രൈറ്റീരിയ ഉണ്ട്, അതിനടിസ്ഥാനമായിട്ടാണ് നമ്മൾ സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സാമ്പിൾ ഡിസൈൻ ആയിരുന്നു, പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും. അപ്പൊ പ്രോബബിലിറ്റിയിലുള്ളതാണ് അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി നോൺ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഇല്ല, സെലക്ട് ആവാൻ ഈക്വൽ ചാൻസ് ഇല്ല. അങ്ങനെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും ആരിനെ വേണം സെലക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്താണ് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് ഇതിനെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചില ആൾക്കാർക്ക് സെലക്ട് ആവാൻ ചാൻസും ഉണ്ട്, പക്ഷെ ചില ആൾക്കാർക്ക് സെലക്ട് ആവാനുള്ള ചാൻസും ഇല്ല. അപ്പൊ ആരിനെ സെലക്ട് ചെയ്യും ആരിനെ സെലക്ട് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പൊ അതിൽ വരുന്ന 6 ആക്സിഡന്റൽ സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്, പർപ്പോസീവ് ഓർ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, സെൽഫ് സെലക്ഷൻ. അപ്പൊ അതിൽ ആദ്യത്തേതാണ് ആക്സിഡന്റൽ സാമ്പിളിംഗ്. ആക്സിഡന്റൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിഡന്റലി സെലക്ട് ചെയ്യാം. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നും അല്ല ഈ പോപ്പുലേഷനിലെ ആളിനെ തന്നെ സെലക്ട് ചെയ്യണമെന്ന്, പക്ഷെ ആക്സിഡന്റലി നമ്മൾ സെലക്ട് ചെയ്യണം അയാളിനെ. അതായത്
നമ്മൾ സാമ്പിളിനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ കൺമുമ്പിൽ നമുക്ക് ആവശ്യമുള്ളൊരു സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അയാളെ സെലക്ട് ചെയ്യാം. അപ്പൊ അതാണ് ആക്സിഡന്റൽ സാമ്പിളിങ്. ആക്സിഡന്റലി നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ മുൻകൂട്ടി പോപ്പുലേഷൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ സെലക്ട് ആവോ സെലക്ട് ആവില്ല എന്നുള്ള ചാൻസ് ഒന്നും അറിയില്ല. നമുക്ക് പെട്ടെന്ന് അയാളിനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വന്നു, അപ്പൊ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യാം. അങ്ങനെ ആക്സിഡന്റലി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ആക്സിഡന്റൽ സാമ്പിളിംഗ് എന്ന് പറയും. രണ്ടാമത്തത് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗിൽ നമ്മളൊരു കോട്ട സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു പ്രത്യേക ക്രൈറ്റീരിയ, അതായത് ഇന്ന ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാരനെ മാത്രം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരനെ മാത്രം സെലക്ട് ചെയ്യാം. അങ്ങനെ കോട്ട സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കോട്ടയിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയുള്ള ആൾക്കാരനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആരിനെ സെലക്ട് ചെയ്യുന്നുള്ളത് അറിയില്ല. ഇപ്പൊ ഒരു ഇത്ര ഇൻകം ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള ആൾക്കാരനെ മാത്രം സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഇൻകം ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള ആരിനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ഇന്ന ആൾക്കാരനെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ എന്നുള്ള പോപ്പുലേഷൻ അവിടെ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കോട്ട സാമ്പിളിങ്ങിൽ ആരിനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ, ഇത്ര ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർ മതി, അല്ലെങ്കിൽ ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ മതി എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. തേർഡ് പറയുന്നത് പെർപോസീവ് സാമ്പിളിംഗ്. പെർപോസീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പെർപോസീവ് സാമ്പിളിംഗ് എന്ന് പറയും. അതായത് അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പെർപോസീവ് സാമ്പിൾ എന്ന് പറയും. അപ്പൊ അവിടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാർ, അതൊരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ പെർപ്പസിന് വേണ്ടിയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനെ പെർപോസീവ് സാമ്പിളിംഗ് എന്ന് പറയും. നാലാമത്തെ പറയുന്നത് കൺവീനിയൻസ് സാമ്പിളിംഗ്. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യാം. അല്ലാണ്ട് ഇന്ന പോപ്പുലേഷന്റെ ഉള്ളിലുള്ള ആൾക്കാരെ പറ്റുള്ളൂ എന്ന് അവിടെയും പറയുന്നില്ല. ഇപ്പൊ നമ്മള് സ്റ്റുഡൻസിന് മതി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോവാണ്, അല്ലെങ്കിൽ വല്ല ഷോപ്പിംഗ് മാളിൽ കൂടെ പോവാണ്. അപ്പൊ അവിടെ കുറെ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്താണ് സാമ്പിൾ ആയിട്ട് അവരെ തെരഞ്ഞെടുക്കാം, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പൊ അതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നമ്മൾ ആരെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയും. ഇനി അഞ്ചാമത്തതാണ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരാളിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ അയാളുടെ അടുത്ത് ഇതേപോലെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മാഗസിൻസ് വായിക്കുന്ന ആൾക്കാരനെ പറ്റിയിട്ടുള്ള ഒരു സർവേ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാളിനെ കണ്ടുപിടിച്ചു, മാഗസിനൊക്കെ വായിക്കുന്ന ഒരാള്. അപ്പൊ നമ്മൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്തു. ഇനി അയാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇതേപോലെ മാഗസിൻസ് ഒക്കെ വായിക്കുന്ന ആരുടെങ്കിലും അറിയോ എന്നുള്ളത് അറിയുകയാണെങ്കിൽ അയാളുടെ വഴി നമ്മൾ എന്താണ് ത്രൂ മറ്റേ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യാണ്. അതാണ് സ്നോബോൾ സാമ്പിളിംഗ്. ഓക്കെ. ഇനി ആറാമത്തത് സെൽഫ് സെലക്ഷൻ. സെൽഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് ഞാനൊരു സാമ്പിൾ ആവാം എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അതാണ് സെൽഫ് സെലക്ഷൻ. നമ്മൾ സ്വയം നമ്മളൊരു സാമ്പിൾ ആയിട്ട് നമ്മൾ സർവേന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സെൽഫ് സെലക്ഷൻ എന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സാമ്പിൾ ഡിസൈനിൽ വരുന്നത്. രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്, പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും. പ്രോബബിലിറ്റിയിൽ 2 വരുന്നുണ്ടായിരുന്നു, റെസ്ട്രിക്റ്റഡും അൺറെസ്ട്രിക്റ്റഡും. അതിലും വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നോൺ പ്രോബബിലിറ്റിയിലും ഈ 5 വരുന്നുണ്ടായിരുന്നു, 6 വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ള സാമ്പിൾ ഡിസൈനുകൾ. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ്. 2 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ഇതിൽ പറയുന്നത് നമ്മൾക്ക് ഒരു വലിയ പോപ്പുലേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളിന്റെ വലുപ്പം വലുതായിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ആ ഒരു സാമ്പിള് മൊത്തം പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കുക. അതായത് ഇപ്പോൾ ഒരു 500 ആൾക്കാർ അടങ്ങിയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ എന്ന് പറയുന്നത് മിനിമം എന്താണ്, ഒരു 200 ആൾക്കാർ അല്ലെങ്കിൽ ഒരു 100 ആൾക്കാരെങ്കിലും വേണം. അല്ലാണ്ട് 500 ആൾക്കാരിൽ നിന്ന് നമ്മൾ വെറും 10 ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്താൽ എന്താണ്, അത് മൊത്തം പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. അപ്പോൾ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിൽ പറയുന്നത് നമ്മൾ വലിയ പോപ്പുലേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് വലിയ സാമ്പിൾ സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്.
രണ്ടാമത്തെ പറയുന്നത് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. ഇതും സെയിം തന്നെയാണ് പറയുന്നത്. ഇത്രേ പറയുന്നുള്ളൂ. വലിയ ഗ്രൂപ്പിൽ നിന്ന് വലിയ സാമ്പിൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ റിസൾട്ടിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഥിരത വേണമെങ്കിൽ, അതായത് നമ്മൾ ആദ്യം പോപ്പുലേഷനിൽ നിന്ന് ഒരു 100 ആൾക്കാരെ സെലക്ട് ചെയ്തു, നമ്മൾ റിസൾട്ട് കണ്ടെത്തി, വീണ്ടും 100 ആൾക്കാരെ സെലക്ട് ചെയ്തു, റിസൾട്ട് കണ്ടെത്തി. അപ്പോൾ രണ്ട് റിസൾട്ടും തമ്മിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണമെങ്കിൽ, അതായത് ഒരു സ്ഥിരത ഉണ്ടാവണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ എന്താണ്, വലുതായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ചെറിയ സാമ്പിളാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് പ്രിൻസിപ്പിൾ പറയുന്നത്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോപ്പുലേഷൻ മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്യില്ല, അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അതായത് നമ്മുടെ സർവേക്ക് നമ്മളൊരു സൈസ് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കോളേജിനെ പറ്റിയിട്ടുള്ള സർവേ ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ പറ്റിയിട്ടുള്ള സർവേ ആണെങ്കിൽ നമ്മൾ 100 സ്റ്റുഡൻസ് മതി എന്നുള്ളത് നമ്മളൊരു തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സൈസ്, ആ 100 എന്ന് പറയുന്നതാണ് സാമ്പിൾ സൈസ്. അതായത് നമ്മൾ എത്ര ആൾക്കാരുടെ സർവേ നടത്തണം എന്നുള്ള അതിൻ്റെ സൈസിനെയാണ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ സൈസ് ഒപ്റ്റിമം സാമ്പിൾ സൈസ് ആയിരിക്കണം. നമ്മുടെ സർവേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സാമ്പിൾ സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ കുറച്ച് സാമ്പിൾ സൈസ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത് അക്യുറേറ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ സർവേക്ക് അനുയോജ്യമായിട്ടുള്ള സാമ്പിൾ സൈസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് എന്ന് പറയുന്നത് ഒരു വലിയ റിസർച്ച് ആണെങ്കിൽ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി സാമ്പിൾ സൈസ് എന്താണ്, വലുതായിരിക്കും. നേരെ മറിച്ച് ഒരു ചെറിയ റിസർച്ച് ആണ് നടത്തുന്നതെങ്കിൽ സാമ്പിൾ സൈസ് എന്താണ്, കുറവായിരിക്കും. അപ്പോൾ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ സൈസിനനുസരിച്ചിട്ടാണ് ആ ഒരു സർവേൻ്റെ റിലയബിലിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി അല്ലെങ്കിൽ അക്യുറസി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസ് എപ്പോഴും ഒപ്റ്റിമം സാമ്പിൾ സൈസ് ആയിരിക്കണം. ഇതാണ് സാമ്പിൾ സൈസ്. നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഒപ്റ്റിമം സാമ്പിൾ സൈസ്. ഓക്കെ, ഒരു സാമ്പിൾ സൈസ് തീരുമാനിക്കുമ്പോൾ അതിന് വരുന്ന ഡിറ്റർമിനൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് നേച്ചർ ഓഫ് ദ പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞു നേച്ചർ ഓഫ് ദ പ്രോബ്ലം. ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റഡിക്ക് അനുസരിച്ചിട്ടുള്ള സാമ്പിൾ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തത് കോംപ്ലക്സിറ്റി ഓഫ് ടാബുലേഷൻ. ഇനി നമ്മൾ സാമ്പിളിൻ്റെ സൈസ് തീരുമാനിച്ചു. ഇപ്പോൾ വലിയ സൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ടാബുലേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ അനാലിസിസ് നടത്തുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടാബുലേഷൻ നടത്തുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സാമ്പിൾ സെലക്ട് ചെയ്യരുത്. പിന്നെ പറയുന്നത് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് കളക്ഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് അധികം പ്രോബ്ലം ഒന്നും സംഭവിക്കരുത്. അതിനനുസരിച്ചിട്ടുള്ള സാമ്പിൾ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടൈപ്സ് ഓഫ് സാമ്പിളിങ്. പല ടൈപ്പ് ഓഫ് സാമ്പിളിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പല ടൈപ്പിൽ നമ്മൾ പല സൈസാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാമ്പിളിങ് ടൈപ്പിനനുസരിച്ചിട്ടും സാമ്പിളിൻ്റെ സൈസിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് കൺവീനിയൻസ് സാമ്പിളിങ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നമുക്ക് സാമ്പിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് വലിയ സൈസ് ആയാലും കുഴപ്പമില്ല. നേരെ മറിച്ച് എന്താണ്, വേറൊരു സാമ്പിളിംഗ് മെത്തേഡാണ് ക്വാട്ട സാമ്പിളിങ്. അതായത് ഒരു ക്വാട്ട സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് 10 ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. 10 ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താണ്, സാമ്പിൾ സൈസ് കുറവായിരിക്കും. അപ്പോൾ സാമ്പിളിങ്ങിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ബേസിക് ഇൻഫർമേഷൻ. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് ആവശ്യം, എത്ര ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്, അതിനനുസരിച്ചിട്ട് സാമ്പിൾ സൈസിലും വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ സൈസ് വലുതായിരിക്കണം. കുറച്ച് ഇൻഫർമേഷൻ മതിച്ചാൽ സാമ്പിൾ സൈസ് കുറവായിരിക്കും. പിന്നെ പറയുന്നത് ഡിഗ്രി ഓഫ് അക്യുറസി റിക്വയർഡ് ഫോർ ദി സ്റ്റഡി. നമ്മുടെ സ്റ്റഡിക്ക് എത്രത്തോളം അക്യുറസി വേണം അതിനനുസരിച്ചിട്ട് സാമ്പിൾ സൈസിൽ വ്യത്യാസം വരും. ഇപ്പോൾ അക്യുറസി കുറവ് മതി, അതായത് അധികം സത്യസന്ധമായിട്ടുള്ള ആൻസർ വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പിൾ സെലക്ട് ചെയ്താൽ മതി. നേരെ മറിച്ച് അക്യുറസി കൂടുതൽ വേണം, അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് തന്നെ ആവണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അവിടെ സാമ്പിൾ സൈസ് എന്താണ്, വലുതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സാമ്പിൾ സൈസ് തീരുമാനിക്കുമ്പോൾ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ പറയുന്നത് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് സാമ്പിളിംഗ് പ്രൊസീജിയർ. ഇത് സെയിം നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് പർപ്പസ് ഓഫ് ദ സർവേ. നമ്മുടെ സർവേൻ്റെ പർപ്പസിനനുസരിച്ചിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയർ തീരുമാനിക്കുക. പിന്നെ മെഷറബിലിറ്റി. നമ്മൾ മെഷർ ചെയ്യാൻ എങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയർ തീരുമാനിക്കുക. പിന്നെ ഡിഗ്രി ഓഫ് പ്രിസിഷൻ. ഡിഗ്രി ഓഫ് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് അക്യുറസി.
നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സർവേക്ക് എത്രത്തോളം അക്യുറേറ്റ് റിസൾട്ട് വേണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയറും സെലക്ട് ചെയ്യുക. പിന്നെ പറയുന്നത് ഇൻഫോർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ. നമുക്ക് ഏത് തരത്തിലുള്ള ഇൻഫോർമേഷൻസ് വേണം അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയർ സെറ്റ് ചെയ്യുക. പിന്നെ നേച്ചർ ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ നേച്ചർ അനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ആ പോപ്പുലേഷനിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു സർവേ നടത്താണ് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടുള്ള സർവേ ആണെങ്കിൽ ഓരോ ആൾക്കാരും എന്താണ് സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്, അവിടെ ഇവിടെ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പോപ്പുലേഷന്റെ നേച്ചർ അനുസരിച്ചിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ പ്രൊസീജിയറിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ പറയുന്നത് ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ദ സ്റ്റഡി. നമ്മൾ സർവേ നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ചിട്ടും ഏരിയന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടും പ്രൊസീജിയറിൽ വ്യത്യാസം വരും. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ക്യാഷിനനുസരിച്ചിട്ട് നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയർ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ടൈം, അതേപോലെ തന്നെ സർവേക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ തീരുന്ന രീതിയിലായിരിക്കും നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയർ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ എക്കണോമി എന്ന് പറഞ്ഞാൽ അധികം ക്യാഷ് ചെലവാക്കാണ്ട് എഫിഷ്യന്റ് ആയ രീതിയിൽ ആയിരിക്കും നമ്മൾ ആ ഒരു സാമ്പിളിംഗ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഒരു സാമ്പിളിംഗ് പ്രൊസീജിയർ നടത്തേണ്ടത്. ഇതൊക്കെയാണ് അപ്പോൾ ഒരു സാമ്പിളിംഗ് പ്രൊസീജിയർ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് സാമ്പിളിംഗ് ബയാസ്. ബയാസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരാളുടെ അടുത്തുള്ള പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ചായ്വിനെയാണ് സാമ്പിളിംഗ് ബയാസ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, സിസ്റ്റമാറ്റിക് ബയാസും സാമ്പിളിംഗ് എററും. സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയറിന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലാണ് അതിനെ സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് എറർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിളിന്റെ സൈസ് കൂട്ടി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു എറർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊസീജിയറിലെ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സാമ്പിളിന്റെ സൈസ് കൂട്ടി എന്ന് വിചാരിച്ചിട്ട് എറർ കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന മെയിൻ കോസുകൾ കാരണങ്ങളാണ് സാമ്പിളിംഗ് ഫ്രെയിംവർക്ക് അൺസ്യൂട്ടബിൾ ആണെങ്കിൽ എന്താണ് സിസ്റ്റമാറ്റിക് ബയാസ് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മെഷറിംഗ് ഡിവൈസ് തെറ്റാണെങ്കിൽ അവിടെ സിസ്റ്റമാറ്റിക് ബയാസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ റെസ്പോൺസ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെയും എന്താണ് ബയാസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് ഇൻഡിറ്റർമിനൻസി പ്രിൻസിപ്പിൾ. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ തെറ്റാണെങ്കിലും അവിടെ ബയാസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് അൺയൂഷ്വൽ ബയാസ് ഇൻ റിപ്പോർട്ടിംഗ് ഡാറ്റ. നമ്മൾ ഡാറ്റ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് സിസ്റ്റമാറ്റിക് ബയാസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് സിസ്റ്റമാറ്റിക് ബയാസ്. രണ്ടാമത്തേത് പറഞ്ഞത് സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറിൽ എന്തെങ്കിലും എറർ വരുന്നത്. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ സാമ്പിള് സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരുന്നത്. അത് രണ്ട് രീതിയിലാണ്, ബയാസ്ഡ് എററും അൺബയാസ്ഡ് എററും. ബയാസ്ഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ അടുത്തുള്ള ഒരു പ്രത്യേക ഇഷ്ടം കാരണം നമ്മൾ അവരെ സെലക്ട് ചെയ്യാണ്, അങ്ങനെ നമുക്ക് എന്തെങ്കിലും എറർ സംഭവിക്കാം. അതായത് അങ്ങനെ അയാളിനെ സെലക്ട് ചെയ്തത് കാരണം എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് ബയാസ്ഡ് എറർ എന്ന് പറയുന്നത്. ഇനി അൺബയാസ്ഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയൊന്നും ഒരു ആളുടെ അടുത്ത് പ്രത്യേക ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തതൊന്നല്ല, അല്ലാണ്ട് നമുക്ക് റാൻഡം ആയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും എററുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് അൺബയാസ്ഡ് എറർ എന്ന് പറയുന്നത്. അപ്പൊ സാമ്പിളിംഗ് എറർ രണ്ട് തരത്തിലുണ്ട്, ബയാസ്ഡും അൺബയാസ്ഡും. ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക ഇഷ്ടപ്രകാരം ഒരാളിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന എററാണ് ബയാസ്ഡ് എറർ. അൺബയാസ്ഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സർവേക്ക് അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ അല്ല നമ്മൾ ചൂസ് ചെയ്തത് എങ്കിൽ അവിടെ എന്താണ് എറർ വന്നു. അപ്പൊ അതാണ് അൺബയാസ്ഡ് എറർ. നെക്സ്റ്റ് പറയുന്നത് കോസസ് ഓഫ് ബയാസ്. ഇനി ബയാസിന് വരുന്ന ബയാസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഫോൾട്ടി പ്രോസസ് സെലക്ഷൻ. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ഫോൾട്ട് ആണെങ്കിൽ, അതായത് തെറ്റാണെങ്കിൽ അവിടെ ബയാസ് അല്ലെങ്കിൽ എറർ വരാം. പിന്നെ പറയുന്നത് ഫോൾട്ടി വർക്ക് ഡ്യൂറിങ് ദ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ്, അതായത് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ തെറ്റായ രീതിയിലാണെങ്കിൽ അവിടെയും എറർ വരാം. പിന്നെ എന്താണ് ഫോൾട്ടി മെത്തേഡ് ഓഫ് അനാലിസിസ്. ഇനി ഡാറ്റ കളക്ഷന്റെ സമയത്ത് മാത്രമല്ല, നമ്മൾ ലാസ്റ്റ് റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും എറർ വരുത്തുകയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി തെറ്റാണെങ്കിൽ അവിടെ എന്താണ് ബയാസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കേസിലാണ്
ബയാസ് മെയിൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ളത്. അടുത്തത് നോൺ സാമ്പിളിംഗ് എറർ. നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ സാമ്പിളിംഗ് പ്രൊസീജിയറിലോ ഒന്നും അല്ല എറർ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ സംഭവിക്കുന്ന എററിനെയാണ് നമ്മൾ നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അതായത് സർവേന്റെ വേറെ ഏതെങ്കിലും പാർട്ടിലാണ് നമുക്ക് എറർ സംഭവിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ടാബുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് സാമ്പിൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സാമ്പിളിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക, ആ ടൈമിൽ ഒന്നുമല്ല നമുക്ക് എറർ വന്നിട്ടുള്ളത്. നമ്മൾ ഫൈനലി വേറെ എവിടെയെങ്കിലും ഫസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് ആ സർവേ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വല്ല സമയത്തുമാണ് നമുക്ക് എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അതായത് സാമ്പിളിന്റെ സൈസ് കാരണോ അല്ലെങ്കിൽ സാമ്പിൾ സെലക്ട് ചെയ്തത് കാരണോ ഒന്നുമല്ല എറർ. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ സർവേന്റെ പ്ലാനിങ്ങിന്റെ സ്റ്റേജിൽ വല്ല എററും സംഭവിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് ഒക്കെ കിട്ടി ഫൈനൽ എക്സിക്യൂഷന്റെ സമയത്ത് വല്ല എററും സംഭവിക്കുക. അങ്ങനെ സാമ്പിളായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ല എറർ സംഭവിക്കണമെങ്കിൽ അതിനെയാണ് നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. നോൺ സാമ്പിളിംഗ് എറർ വരുന്നത് ഒന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്, നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് ഡാറ്റ, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഡാറ്റ ഇല്ലെങ്കിൽ. പിന്നെ പറയുന്നത് ഇൻഅക്യുറേറ്റ് ആൻഡ് നോൺ സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് ഇന്റർവ്യൂ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ മെത്തേഡ് ഇൻഅക്യുറേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്യൂട്ടബിൾ ആണെങ്കിൽ. പിന്നെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലെങ്കിൽ, അതേപോലെ തന്നെ റെസ്പോൺസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ കേസിലൊക്കെ എന്താണ് എററുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് സാമ്പിളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെയും എന്താണ് എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്.